മലപ്പുറത്ത് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പൂക്കോട്ടുംപാട സ്വദേശി പടിപ്പുങ്ങൽ ഷഹദീറിനെയാണ് പോലീസ് പിടികൂടിയത്. സ്കൂൾ പഠനകാലം മുതൽ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന ഷഹദീർ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് പീഡനത്തിനിരയാക്കിയത്. 22 വയസ്സുകാരിയായ പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് മൊഴി. സഹോദരന്റെ വിവാഹത്തിനൊപ്പം ഷഹദീറിന്റെയും പെൺകുട്ടിയുടെയും വിവാഹം നടത്താമെന്നും ഉറപ്പു നൽകി. എന്നാൽ എനിക്ക് കുടുംബ പ്രാർത്ഥന ചെയ്യണേ. ജിമ്മി, ഞാൻ ഫോണൊന്നും എടുത്തു വെച്ചേ, എന്നിട്ട് 2 ബീർ മേടിച്ച് അടിക്കാണുങ്ങളെ പോലെ. ആ, തനിക്കത് പറയാം. വൈഫിനെ കള്ളുകൂടി തീരെ പറ്റില്ല. വൈഫിന് ഇഷ്ടമില്ലാത്തതേ ഞാൻ ചെയ്യില്ല. ആരുടെ വൈഫിന്? എന്തിനാണോ കള്ളു കുടിക്കണേ? ഇതൊക്കെ കണ്ടാ പോരാ എന്റെ പൊന്നോ. ഈ സെൽഫി കണ്ടുപിടിച്ച ആൾക്കാരെ സമ്മതിക്കട്ടെ മതേട്ടാ. പോലീസ് അറസ്റ്റ് ചെയ്തത് 16ഉം 21ഉം പ്രായമുള്ള സഹോദരിമാരെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. മാറാരോഗം പിടിപെട്ടവരെ ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ചികിത്സയ്ക്ക് എത്ര ദിവസമായി ചോദിക്കണം പപ്പ. സംഭാവനകൾ മാത്രം സ്വീകരിക്കും. സംഭാവനയായി ഒരാളിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരെ കൈപ്പറ്റി. പപ്പ, ഞാൻ പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ? വീട്ടുകാരുമായി മനുഷ്യനും മനസ്സമാനം കളയ ഒരു TV. പിന്നെ ഇനി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന ഈ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം, കേട്ടല്ലോ? പപ്പ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് വേറെ വഴിയില്ല പപ്പ. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് തീർത്ത് എനിക്ക് പറ്റൂ. ഇനിയും പപ്പ ഇങ്ങനെ തന്നെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കൃഷ്ണ, ആ ട്രസ്റ്റിനോട് കണ്ട ഫയൽ കിട്ടിയ? എവിടെന്ന്? അത് 2 ദിവസമായിട്ടാ ജോണി സാറിന്റെ ടേബിൾ വരെ കിടപ്പാ. മനുഷ്യനെ ഇയാളെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് തോന്നുന്നു. ഹലോ, ആ കിട്ടിയാ? ആ ശരി ശരി ശരി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓ, സമാധാനം. എന്താടാ കിട്ടിയ? പോലീസുകാർ ടവർ ലൊക്കേഷൻ നോക്കി പിടിച്ചു. കോഴിക്കോട് ഭാഗത്തുള്ള ഏതൊരു ഹോട്ടൽ റൂമിനത്ര. എന്തല്ലേ നമ്മുടെ നായരുടെ ഒരു കാര്യം, അയാൾ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? ആളുടെ മോളെ കണ്ട ആരെങ്കിലും പറയും? അവള് മാത്രമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേറെ 2 പേരും കൂടി ഉണ്ടെന്ന് ബിജു പറഞ്ഞു. ഓ, അതിപ്പോൾ പോലീസൊന്ന് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഇവളെന്നെ എല്ലാം പറയില്ലേ?
ഇവിടെ ഉണ്ട് ചില മുണ്ടാപ്പേച്ചുകൾ. കല ഉടക്കി വരും സാറേ. ജോണി, നീ എവിടെയാ? എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. എന്തൊരു കോലാടാ നിന്റെ. നീ വന്നേ, നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം. ഓക്കേടാ, ബൈ. അപ്പം ഞാൻ നാളെ വിളിക്കാം. ആ പറയടാ. ഇല്ല, ഞാൻ എന്താ ഇപ്പം വന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സാലറി കൂട്ടി കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സാലറി ഇൻക്രിമെന്റ് ഈ ഉണക്കം മിച്ചൊന്നും പോരാട്ടാ. നീ ഒന്നും മിണ്ടാണെന്നേ. 2400 രൂപ സാലറി കൂട്ടിയാണ്ട് നിനക്ക് 5 സ്റ്റാർ ട്രീറ്റ് തരാം. ജോനേടാ, നമുക്ക് ഈ ഫുഡ് മാത്രമുള്ള എൻജോയ്മെന്റ്. ഇതെന്തിട്ട് ചേട്ടാ കവറില്? ഇതെന്ത് മനുഷ്യനിഷ്ട ഇയാള്. നീ ഒന്ന് ചൊറിയാണ്ടിരുന്നേടാ. ആ സോഡേൻ്റെ അടുത്തേ. അല്ല മധുവേട്ടാ, നമ്മളെ പോലത്തെ ഈ പാവ എക്സ് ഗൾഫുകാർക്കാണ് കഷ്ടപ്പാട്. പറയുമ്പോ എന്തിട്ടാ, ഇഷ്ടം പോലെ ഗൾഫ് മണി. ഇവർക്ക് അങ്ങനെയാ? നല്ല വരുമാനം, അംഗസംഖ്യ കുറവ്, ചെലവ് കുറവ്, പിന്നെ ശമ്പളം മാത്രല്ലല്ലോ, വേറെ കാര്യങ്ങളുണ്ടല്ലോ. നീ എന്തുട്ടാ, കുറെ നേരമായില്ല നീ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണ്. ഇപ്പം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്. അത് റെഡിയാ. നിങ്ങൾ ഈ കുട്ടി മാത്രല്ലോ, വെളുവില് കണ്ണ് തുറന്നു നോക്ക്, അപ്പറിയാൻ കാര്യങ്ങൾ മതേട്ടാ. ജിമ്മി, ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ ചൊറിഞ്ഞ നാക്കെടുത്ത് വായിലിടാൻ. അപ്പൊ അത് ഞാൻ പറയുമ്പോ ചൊറിച്ചില്, അപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ പറയുമ്പോ അതും ചൊറിച്ചില്ല. മതിയൊക്കെ, നീ പോവാൻ നോക്കേ. ഒരുപാടായി, കുറെ നേരമായി നീ പറന്ന് പറഞ്ഞോണ്ടിരിക്കണ്. പോവാൻ നോക്ക്. മതി. താനെന്നെ കേട്ടോണ്ടിരിക്കാനായിട്ട് വലിയ പകൽ മാന്യന്മാര് ഉള്ള കാര്യം മുഖത്തോക്കി പറഞ്ഞു കഴിഞ്ഞാ മലങ്ങട് ഒലിച്ചു പോവും. പിന്നെ പറഞ്ഞോനെ കേട്ടോടിക്കണം. താനേ മക്കളോടത്തും മര്യാദയ്ക്ക് വളർത്തണോ, അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന സമയം ഉണ്ടല്ലോ. മനസ്സിലായി എനിക്ക്? എന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ? 4 മാസത്തെ വാടക കുടിശ്ശിക എനിക്ക് തരാണ്ടായിട്ട് എന്റെ അവതാരത്തിൽ കഴിയണ നീ എന്നോട് ഇറങ്ങാനാ? എന്റെ വീട്ടിൽ നീ ഇറങ്ങണം. നിനക്ക് എന്ത് കാര്യം വീട്ടിൽ പോയിട്ട് അവിടെ വാക്കുണ്ടാക്കും. ചീനാവതി വന്ന്
ചെല്ല് ചെല്ല്. ഇത് വേണ്ടായിരുന്നു പപ്പ. അറ്റ്ലീസ്റ്റ് നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തെങ്കിലും ഇത് ഒഴിവാക്കായിരുന്നു. മമ്മി, ജെസ്സി, ജെസ്സി, ഞാനുണ്ട്, ഞാനുണ്ട് ജെസ്സി. ദേ മമ്മി, മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാ ഞാൻ കൊണ്ടുവന്നേക്കണേ. ഇഷ്ടായും ഇഷ്ടാവും. എൻ്റെ മമ്മിയില്ലേ. പക്ഷെ നമ്മുടെ പപ്പ എന്താ മമ്മി ഇങ്ങനെ? എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. മോളെ, പപ്പ വന്നിട്ടില്ലേ? ഇല്ല, വന്നിട്ടില്ല. മോളെ, ആ, എന്താ അങ്കിളെ? നീ നടന്നോടി, ഞാനോട് വരാം. മോളെ, ഇന്ന് മമ്മിയുടെ ആണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ പപ്പയെ കണ്ടിരുന്നു. വല്ലാത്തൊരു മാറ്റം, ഒരു ഡിപ്രഷൻ അവസ്ഥയില. ആരും അവനെ മനസ്സിലാക്കിയില്ല. നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ അവനല്ല മമ്മിയുടെ മരണത്തിന് ഉത്തരവാദി. ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് മമ്മിയെന്ന് അവസാന സമയത്താണ് അവൻ അറിയണേ. ആ സത്യം അവൾ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് അവളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവൻ കുറെ നോക്കി. പക്ഷെ അവള് ചെലവിൻ്റെ കാര്യങ്ങളും ബാധ്യതകൾ, മോളുടെ ഭാവിയും പപ്പയുടെ പ്രശ്നങ്ങളും, പിന്നെന്താ, അവളതങ്ങ് സ്വയം തീർത്തു. അവനതൊരു ഷോക്കായി, ഒരു മരവിപ്പ് പോലെ. ഇനി അവനെങ്കിലും നമുക്ക് വേണം മോളെ. മോൾക്കും പപ്പയെ വേണ്ടേ? പപ്പ
പപ്പ